ഹലോ വെൽക്കം ടു അവർ ചാനൽ മൈ സ്പിരിച്വൽ ജേർണി 1111. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ട് ചിന്തിക്കുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയിം പറയുക. ഒരു ടൈമിൽ ഞാൻ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ടാവും. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? ഓക്കെ, കിങ് ഓഫ് വാൻസിൻ്റെ എനർജീസ് ആണ്. ഐ തിങ്ക് നിങ്ങളുടെ കണക്ഷനിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ എനർജീസ് ആണ് വന്നിട്ടുള്ളത്. കാരണം ഈ ഒരു ടൈമിൽ അത് എന്തും ആവാം. ഓക്കെ, അവരുടെ സിറ്റുവേഷൻസ് ആവാം, അല്ലെങ്കിൽ ഒരു പേഴ്സൺ ആവാം, കരിയർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും ഈ ഒരു വ്യക്തി ഓൾറെഡി വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. പക്ഷേ ഈ ഒരു ടൈമിൽ അയാളുടെ ഇൻറ്റ്യൂഷൻസ് കറക്റ്റ് അയാളുടെ മൈൻഡിൽ വരുന്ന കാര്യങ്ങളൊന്നും ഈ ഒരു ടൈമിൽ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നില്ല എന്നുള്ളൊരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു എനർജിയിലാണ് ഈ ഒരു ടൈമിലുള്ളത്. ഈ ഒരു ടൈമിലെന്നല്ല, നേരത്തെ മുതൽ ഈ ഒരു കണക്ഷനിലൊരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ എനർജിയിലാണ് നിന്നിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫിയർ ഓഫ് ഇമോഷൻസ് എന്നുള്ളൊരു എനർജി ഉണ്ട്. അതായത് പെട്ടെന്ന് ഒരാളുമായിട്ട് അല്ലെങ്കിൽ ഒരാളുമായിട്ട് കണക്റ്റഡ് ആയി കഴിയുമ്പോൾ പിന്നീട് ആ ഒരു വ്യക്തിയിൽ ഒരു അഡിക്ഷൻ ആവുമോ, ഒരു വ്യക്തി ഇട്ടിട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവുമോ, ആ ഒരു വ്യക്തി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഒത്തിരിയധികം ഹേർട്ട് ആവുമോ, അങ്ങനെയുള്ള കുറേ അധികം ഇമോഷൻസ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട്. നമുക്കതിവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏരീസ്, ലിയോ, സജിറ്റേറിയസ് എനർജീസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയർ സൈൻ ആണ് കേട്ടോ ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ളത് കൂടുതലായിട്ടും. അതുമാത്രമല്ല, ഈ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു എനർജിയാണ്. പക്ഷേ ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ആ ഒരു മൊമെൻറ്റിൽ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും ഇവർ തന്നെ കൂളും കാമുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ളൊരു മട്ടിലായിരിക്കും പിന്നീട് ഈ ഒരു വ്യക്തി വന്ന് നിങ്ങളോട് സംസാരിക്കുന്നുള്ളത്. ഓക്കെ, ആ ഒരു എനർജീസും എനിക്കിവിടെ നിങ്ങളുടെ പേഴ്സണിൽ കിട്ടുന്നുണ്ട്. വളരെ പാഷൻ, ഇയാളുടെ ഉള്ളിൽ ഒത്തിരിയധികം പാഷൻ ഉണ്ട്. ആ ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ടും പ്രാക്ടിക്കലായിട്ടുള്ളൊരു എനർജിയാണ്. അത്ര ഇമോഷണൽ അല്ല. ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഈ ഒരു വ്യക്തിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഈ ഒരു വ്യക്തി ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് റിയലൈസേഷൻ ഉണ്ടായി, ഞാൻ ഇമോഷണലി ഇവിടെ ഇൻവെസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഞാൻ ഇമോഷണലി ഞാൻ പോലും അറിയാതെ ഈ ഒരു വ്യക്തിയിൽ കണക്റ്റഡ് ആണ്, അഡിക്റ്റഡ് ആണ് എന്നുള്ള ഒരു എനർജി ഒരു വ്യക്തിക്ക് ഫീൽ ആയിട്ടുണ്ട്. അപ്പം ആ ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇവിടെ ഉള്ളതെന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നുള്ളത്. ഓക്കെ, നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്? ഹാങ്ഡ് മാൻ എനർജീസ് ആണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു വ്യക്തി ഒരു കണക്ഷനിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഈ ഒരു ടൈമിൽ സ്റ്റക്കാണ്. നിങ്ങളും അവർ മാത്രമല്ല, ഏറെക്കുറെ നിങ്ങളും സ്റ്റക്കാണ് ഈ ഒരു കണക്ഷനിൽ. കാരണം നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് യാതൊരു തരത്തിലുള്ള ക്ലാരിറ്റിയും ഇല്ല എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഓരോ ടൈം കൂടുന്തോറും ഈ ഒരു കണക്ഷനിലൊരു നിങ്ങൾ ഹാങ് ആയിട്ട് നിൽക്കുകയല്ലാതെ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല. ഇപ്പം നിങ്ങൾ നോക്കിക്കാണുന്ന ആ ഒരു രീതി ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ടുള്ള വെയിലായിരിക്കും ഈ ഒരു കണക്ഷൻ ഈ ഒരു ടൈമിൽ നിങ്ങൾ നോക്കിക്കാണുന്നുള്ളത്. കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്ഷൻസും ആ രീതിക്കാണ്. ഇപ്പം നമ്മൾ പോസിറ്റീവായിട്ട് ഒരാൾ ബിഹേവ് ചെയ്യുകയാണെങ്കിലല്ലേ നമുക്ക് അവരെക്കുറിച്ച് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സിഗ്നൽസോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ളൊരു നിങ്ങളുടെ ഫേവറിൽ വരുന്ന ഒരു സിഗ്നൽസും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു വ്യക്തി വളരെയധികം സ്റ്റബേൺ ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഈ ഒരു ടൈമിൽ ഈ ഒരു പേഴ്സൺ എനർജീസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇയാൾ സ്റ്റബേൺ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നുള്ളത്. ഇയാളുടെ ഭാഗം പിടിച്ചിട്ട് ആ ഒരു സിറ്റുവേഷൻസ് ഇയാൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ശരി എന്നുള്ള ഒരു എനർജിയിൽ, ഒരു ഈഗോയിൽ, ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരിക്കുന്ന ഒരു എനർജീസാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ അത് മാത്രമല്ല, നിങ്ങളുടെ എനർജീസ് എഗെയിൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഈ ഒരു വ്യക്തിയായിട്ട് കമ്മിറ്റഡ് ആയിട്ടാണ് നിങ്ങളെ കാണുന്നുള്ളത്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെ വൈഫായിട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ, നിങ്ങൾ മാരീഡ് ആണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലുണ്ട് ഈ ഒരു വ്യക്തി ആ ഒരു സ്ഥാനത്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേ ബി നിങ്ങളുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനോടോ പോലും ഇത്രയും പാഷനായിട്ട് അല്ലെങ്കിൽ ഇത്രയും ജെന്യുവൻ ആയിട്ടുള്ളൊരു കണക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. ശരിക്കും നിങ്ങൾ പലപ്പോഴും ബിലീവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൾമേറ്റ് വൈബാണ്, അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷനാണ്. കാരണം ഇത്രയും ഡീപ്പും ഇൻറ്റൻസുമായിട്ട് ഈ ഒരു വ്യക്തിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഇത്രയും ഡീപ്പും ഇൻറ്റൻസുമായിട്ട് നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റുന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു വ്യക്തിയായിട്ടുള്ള സെപ്പറേഷൻ്റെ ടൈമിലായിരിക്കും. ഓക്കെ,
എഗെയിൻ നിങ്ങൾ കരിയർ ഓറിയൻറ്റഡ് പേഴ്സൺ ആണ്. നിങ്ങൾ വളരെയധികം സെൽഫ് ലവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും ഇവിടെ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒത്തിരിയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു 99% ഈ ഒരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെയുള്ള 1% ആണ് നിങ്ങളൊരു സെൽഫ് ലവിൻ്റെ എനർജിയിൽ നിൽക്കുന്നതെന്ന് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. കാരണം ഇതിനു മുമ്പ് നിങ്ങളൊരു ക്യൂൻ ഓഫ് ഫാൻസിൻ്റെ എനർജീസിലായിരുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജീസിലാണെങ്കിൽ പോലും ഈ ഒരു ടൈമിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഉള്ളത്. കാരണം പക്ഷേ നിങ്ങളുടെ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തു എന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഒരു കാര്യത്തിൽ ഗൈഡ് ചെയ്യുന്നുണ്ട്. സ്ട്രോങ് ഇൻറ്റ്യൂഷനാണ്. മേ ബി അത് ഇയാൾ റിട്ടേൺ വരുമെന്നായിരിക്കണം, അല്ലെങ്കിൽ ഇയാളുടെ ലൈഫിലെ സിറ്റുവേഷൻസിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മൈൻഡ് ചെയ്യുക. എന്താണ് അത് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പേഴ്സ്. ഓക്കെ, ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക മാക്സിമം. കൂടുതലായിട്ടും വേറൊരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബേസിൽ നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സ് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം എപ്പോഴും ഏഞ്ചൽ നമ്പർ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു മെസ്സേജ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് പിന്നീട് നമ്മൾക്ക് നോക്കുമ്പോഴെല്ലാം ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതല്ലാതെ ഒന്നും നോക്കുമോ അല്ലെങ്കിൽ ഒന്നും നിങ്ങൾ ചിന്തിക്കാതിരിക്കുന്ന ആ ടൈമിൽ നിങ്ങൾക്ക് ഏഞ്ചൽ നമ്പേഴ്സ് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ട്രൂ മെസ്സേജസ് ആണ് ഏഞ്ചൽസിൻ്റെ. ഇവിടെ 12 ഏഞ്ചൽ നമ്പേഴ്സ് കാണാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം 12 എപ്പോഴും ടിൻ ഫ്ലെയിം ജേണിയെ കാണിക്കുന്ന ഒരു കാർഡാണ്, ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന ഒരു എനർജീസാണ്. അതുപോലെ തന്നെ ഇവിടെ 222 എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. 4 നമ്പർ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ 3 നമ്പറും ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മന്ത്സ് എന്ന് പറയുമ്പോൾ മാർച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഏപ്രിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഡിസംബർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് ഈ ഒരു ടൈമിൽ? ഓക്കെ, ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു ഡെത്തിൻ്റെ എനർജീസ് ആണ്. ഇവിടെ ഈ ഒരു കണക്ഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. കാരണം ഈ ഒരു കണക്ഷനിൽ ഒത്തിരി അധികം പ്രോബ്ലംസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നേരത്തെ ഈ ഒരു കണക്ഷൻ എവിടെയാണോ ഉള്ളത് ഇപ്പോഴും ഈ ഒരു മൊമെൻറ്റിലും ഈ ഒരു കണക്ഷൻ്റെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്ന ആ ഒരു എനർജി തന്നെയാണ്. അതിന് അങ്ങോട്ടും മാറിയിട്ടില്ല, ഇങ്ങോട്ടും മാറിയിട്ടില്ല. നിങ്ങൾ പക്ഷേ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷനിൽ ഒരു ഗ്രോത്ത് വേണം. ഈ ഒരു വ്യക്തി ഇപ്പം നിങ്ങളോട് സൈലൻ്റ് ആയിട്ടിരിക്കും, നിങ്ങൾക്ക് ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തരുന്നുണ്ടെങ്കിൽ ഇവരുടെ സൈലൻസിനെ ബ്രേക്ക് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ അതൊന്നും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ ഒരു വ്യക്തിയും വളരെ ഡൗൺ ആയിട്ടുള്ള ഒരു എനർജിയിലാണ്, ഇവരും സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയിലാണ്. ഒരു ഹീലിംഗ് ഫേസിലായിട്ട് എനിക്ക് ഒരു വ്യക്തിയെ കാണാൻ പറ്റുന്നുള്ളത്. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തിയുടെ എനർജീസ് എഗെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാനില്ല ഈ ഒരു ടൈമിൽ. ഇവർക്കുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം നിസ്സഹായാവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഇനി ചെയ്യാനുള്ളത് പ്രെയർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇവർക്ക് ഇവിടെ ഒന്നും ചെയ്യാനായിട്ടില്ല എന്നുള്ള ഒരു എനർജിയാണ്. അതുകൊണ്ടായിരിക്കണം മേ ബി നിങ്ങളുടെ അടുത്തൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ച് ഈ ഒരു വ്യക്തി ഒരു ടൈമിൽ ഇരിക്കുന്നുള്ളത്. പക്ഷെ നമുക്കതൊരു സ്ട്രോങ് ബൗണ്ടറി ആണെന്നൊന്നും നമുക്ക് പറയാൻ ഒക്കെയല്ല. ഏത് സമയം വേണമെങ്കിലും ആ ഒരു ബൗണ്ടറി എടുത്ത് മാറ്റാം. പക്ഷേ ആ ബൗണ്ടറി എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ടുണ്ട് ചിന്തിക്കുന്ന ആ ഒരു വീക്ഷണം ഉണ്ടല്ലോ, നോക്കിക്കാണുന്ന ആ ഒരു വീക്ഷണ രീതി ജസ്റ്റ് മാറണം. എന്നാൽ മാത്രമായിരിക്കും ഇവിടെ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഓക്കെ. എഗെയിൻ എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം 111 എനർജീസ് ആണ്. അതുപോലെ തന്നെ 11 ഏഞ്ചൽ നമ്പേഴ്സ്. അത് ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നുള്ളത്. ഇവിടെ നമുക്ക് ഓൾറെഡി ഏഞ്ചൽ നമ്പേഴ്സ് തന്നെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് ഇവിടെ ഒരു കണക്ഷനിലുണ്ടാവും, ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവും എന്ന് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും എനിക്ക് തോന്നുന്നു അത് കുറച്ച് ടൈം എടുക്കുന്നുണ്ടാവും. കാരണം ഇവിടെ ട്രാൻസ്ഫോർമേഷൻ്റെ എനർജീസാണ് വന്നിട്ടുള്ളത്, ഡെത്തിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്, പ്ലസ് ഹാങ്ഡ് മാൻ ആണ് വന്നിട്ടുള്ളത്. കാരണം മേജർ അർഗാനാസ് ആണ് എല്ലാം വന്നിട്ടുള്ളത്. മൈനർ അർഗാനാസ് വന്നിട്ടുണ്ട്, പക്ഷെ അത് പ്രസൻറ്റ് എനർജീസിനാണ് കാണിക്കുന്നുള്ളത്. ഇൻ ഫ്യൂച്ചർ എനർജി ഒരു വ്യക്തി കുറച്ച് ഹാങ് ആകും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നുകൂടെ ഹാങ് ആയി നിൽക്കുന്നുണ്ടോ, അതിന് ശേഷമായിരിക്കും ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാൻ പോകുന്നുള്ളത്. ഓക്കെ, അതിന് ശേഷമായിരിക്കും ഇവിടെ ഒരു സൺ റേസ് ചെയ്യാൻ പോകുന്നുള്ളത്.
ക്യൂൻ ഓഫ് വാൻസിൻ്റെ കാർഡ് ഓർഡർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ഒരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. സോ അപ്പം എഗെയിൻ ഇനി അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നുമില്ല, കാരണം ഇയാൾ കിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യൂനിൻ്റെ എനർജീസിലാണ്. അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ റീഡിങ്സ് കാണുന്നുണ്ട്, പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്താണെന്നോ ഇവരുടെ ലൈഫിൽ എന്ത് നടക്കുന്നോ എന്നോ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ഈ ഒരു ടൈമിൽ. ഈ ഒരു വ്യക്തി അതുപോലെ തന്നെയാണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിച്ചിരിക്കുന്ന ഒരു എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ക്യൂൻ ഓഫ് സോഴ്സിൻ്റെ എനർജീസാണ്. എനിക്ക് തോന്നുന്നു റീസെൻ്റ് ആയിട്ട് നിങ്ങൾ കുറച്ച് കൺട്രോൾ, ലൈക്ക് എല്ലാവരും ഒന്നുമല്ല, ചിലരൊക്കെ മേ ബി ഈ ഒരു കണക്ഷൻ ബ്രേക്ക് ആവുന്നതിനൊരു റീസൺ നിങ്ങളുടെ ആ ഒരു ക്യൂൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയിലായിരിക്കാം. നിങ്ങൾ ഇവരെ ഒത്തിരി അധികം ഭരിക്കാൻ ചെല്ലുന്നുണ്ടാവും ഈ ഒരു വ്യക്തിയെ. മേ ബി നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം ഈ ഒരു എനർജി. നിങ്ങൾ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു കണ്ടീഷനിങ് എനർജിയിൽ ഈ കണക്ഷനിൽ നിൽക്കുന്നുണ്ടാവാം. അപ്പം ആ ഒരു എനർജി ഇവിടെ നിന്ന് നിങ്ങൾ നിൽക്കുന്നത് കൊണ്ടായിരിക്കണം ഈ ഒരു വ്യക്തി ഒരു കണക്ഷൻ ഉണ്ടാക്കി പോയിട്ട് ഈ ഒരു കണക്ഷൻ വേണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഒരു വ്യക്തി നിൽക്കുന്നുള്ളത്. എനിക്കതിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ 4 നമ്പർ നമുക്ക് വന്നിട്ടുണ്ട്. 4 നമ്പർ എപ്പോഴും സെൽഫിഷ്നെസ്സിനെ കാണിക്കുന്ന ഒരു നമ്പറാണ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു നമ്പറാണ് കൂടുതലായിട്ടും. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഒരു വ്യക്തി വെയിറ്റിങ്ങിലാണ്. നമുക്ക് സ്ട്രോങ് ആയിട്ട് ആ ഒരു എനർജി ഇവിടെ കാണാം. നിങ്ങൾ വെയിറ്റിങ്ങിലാണ് ഈ ഒരു വ്യക്തിയെ. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷനിൽ ഒരു ബാലൻസ് വേണം, ഈ ഒരു വ്യക്തി റിട്ടേൺ നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം. നിങ്ങൾക്കും ഈ ഒരു ടൈമിൽ നിങ്ങളും സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റിലാണുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മൗനം പാലിക്കുക ടോട്ടലി. കാരണം ഓൾറെഡി ഇനി ഈ ഒരു കണക്ഷനിൽ ചെയ്യാൻ പറ്റുന്നതിന് അങ്ങേയറ്റം നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം നിങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ പിന്നെ സൈലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഇതിൽ കൂടുതലായിട്ട് ഒന്നും ചെയ്യാനില്ല. കാരണം വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ഈ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ചിലരുടെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്ഷൻ എൻഡായിട്ട് ഒരു വർഷവും ഒരു മാസവും ആയിട്ടുണ്ടാവാം. ഓക്കെ, ചിലർക്കൊക്കെ എനിക്ക് അത്രയും ഡേറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു വർഷം ഒരു മാസമായിട്ടുണ്ടാവും നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എൻഡായിട്ട്. ചിലരുടെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൻ്റെ ആ ഒരു ടൈമാണ്. ചിലരൊക്കെ ഇവിടെ ഈ ഒരു കണക്ഷന് വേണ്ടിയിട്ട് 40 months ഒക്കെ വെയിറ്റിങ്ങിലാണ്. ഈ ഒരു കണക്ഷൻ ഒരു ബാലൻസിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. ഓക്കെ, ചിലർക്കൊക്കെ ഇവിടെ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ളത് മെയിനായിട്ട് 4 months 4 weeksനുള്ളിലൊക്കെ ആയിരിക്കും, അല്ലെ 4 days ആയിട്ടുണ്ടാവുള്ളൂ. സ്ട്രെങ്തിൻ്റെ എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നർ സ്ട്രെങ്തിൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്കൊന്നും നിങ്ങളുടെ പേഴ്സൺ സ്ട്രെങ്ത് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ധൈര്യം ഉണ്ടല്ലോ, എന്ത് കാര്യത്തിനാണെങ്കിലും ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു ധൈര്യം, ഒരു തകൃതം ഉണ്ടല്ലോ. പറയുമ്പോൾ വളരെയധികം ഷുഗർ കോട്ട് വേർഡ്സ് പറയുന്നുണ്ടാവും, വീരവാദങ്ങൾ ഇളക്കുന്നുണ്ടാവും, പക്ഷേങ്കിൽ ഇവർക്ക് ധൈര്യം ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ളത്. ഇവരാരുടെയോ കൺട്രോളിങ്ങിലാണ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിലാണെന്നാണ് നമുക്ക് ഈ ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നുള്ളത്. ഇവരെ വേറൊരാൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവരെന്നുള്ള ആ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട്, ഒരു ഫെമിനൻ എനർജിയാണ്. അത് ആര് വേണമെങ്കിലും ആവാം. നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ ബേസ്ഡ് ഓൺ യുവർ സിറ്റുവേഷൻസ് വെച്ച് നോക്കുക. നിങ്ങൾ മാരീഡ് പേഴ്സണുമായിട്ടാണ് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് അവരുടെ ഭാര്യയോ സിസ്റ്ററോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. അല്ലെങ്കിലും ഇവിടെ ഒരു ഫെമിനൻ എനർജിയാണ്. നിങ്ങളുടെ സിറ്റുവേഷൻസ് വെച്ചിട്ട് അതിനെ എടുക്കുക കേട്ടോ. ഇവിടെ ഒരു ഫെമിനൻ എനർജിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസിലാണ് ഇവിടെ ഉള്ളത് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഇവിടെ 4 of Cups എനർജി. നിങ്ങൾ ഇവർക്ക് ഒത്തിരി അധികം മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുണ്ടെന്നാണ് എനിക്കിവിടെ തോന്നുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവില്ല. മെസ്സേജസ് ഒക്കെ സീൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം ഇവരുടെ സിറ്റുവേഷൻസ് അതാണ്, ഡൗൺ ആണ് ടോട്ടലി. ഓക്കെ, ഈ ഒരു ടൈമിൽ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഒരു തരത്തിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. എല്ലായിടത്തുനിന്നും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് എല്ലാത്തിനും നിങ്ങളെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. കാരണം ഈ ഒരു ടൈമിൽ ടോട്ടലി സൈലൻ്റ് ആയിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കും. നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട്, ഇവരതൊന്നും സീൻ ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ സീൻ ചെയ്ത് വിടുന്നുണ്ടാവും, അല്ലെങ്കിൽ കാഷ്വലായിട്ട് ടോക്ക് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ചോദിക്കുന്നതിന് മറുപടി മാത്രം പറയുന്നുണ്ടാവും ഒരു വ്യക്തി. ഓക്കെ, സ്റ്റെപ്പ് ബാക്കിൻ്റെ എനർജീസാണ്. ഈ ഒരു വ്യക്തി, ഇതിലൊരാൾ മൂവ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ നിന്ന് കേട്ടോ. അതിപ്പം ആര് വേണമെങ്കിലും ആവാം, നിങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇവരുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആ ഒരു വ്യക്തി ആയിരിക്കാം ഈ ഒരു കണക്ഷനിൽ നിന്ന് മൂവ് ചെയ്ത് പോയിട്ടുണ്ട് എന്തായാലും കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ചിലരുടെയൊക്കെ പേഴ്സൺ ഇവിടെ ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു സിറ്റുവേഷൻഷിപ്പും ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഇവിടെ ചിലപ്പം പൈസയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കും ഒരു വ്യക്തിക്ക്. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്യായിരിക്കും. അതുകൊണ്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട്
അപ്പം നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവില്ല, നിങ്ങൾക്ക് നേരത്തെ തന്നിരിക്കുന്ന രീതിക്കുള്ള ആ ഒരു പ്രയോറിറ്റി തന്നിട്ടുണ്ടാവില്ല. കാരണം അവർക്ക് ഇപ്പോൾ പൈസയാണ് ഇമ്പോർട്ടൻ്റ്, ഇവരുടെ ലൈഫിലുള്ള പ്രശ്നങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണം എന്നുള്ളൊരു എനർജിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഇമോഷൻസും ഫീലിങ്സും ഒന്നും ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവരിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വ്യക്തി എന്തോ ഇത് കാണും പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, എനിക്ക് ആ ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, മെറ്റീരിയലിസ്റ്റിക് എനർജീസ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തി പൈസയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കര ഫോക്കസ്ഡ് ആണ്, പൈസ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ അത്രയ്ക്കും ടഫ് ആൻഡ് റഫ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ആയിരിക്കും ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുള്ളത്. പക്ഷെ നിങ്ങൾ ഭയങ്കരമായിട്ടൊരു ബേർഡനിലാണ് ഉള്ളത്. ഫോർ സം ഓഫ് യു എനിക്കിവിടെ തേർഡ് പാർട്ടി ആയിട്ട് ഫീൽ ചെയ്യുന്നവരുടെ അമ്മയാണ് കേട്ടോ. മദർ ഇഷ്യൂസ് ആയിരിക്കാം, അല്ല മാരീഡ് വുമൺ ആയിരിക്കാം ഈ ഒരു കണക്ഷനിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫെമിനൻ എനർജി, ഓൾറെഡി വൈഫായിരിക്കാം ഇവരുടെ, ഇവർ മാരീഡ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഫെമിനൻ എനർജി ഉള്ളവർക്ക് ആ ഒരു രീതിക്ക് എടുക്കാം കേട്ടോ. അത് സിറ്റുവേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക്. 2 സിറ്റുവേഷൻസും ഞാനിവിടെ കണ്ടത് പറഞ്ഞിട്ടുണ്ട്, കിട്ടിയ എല്ലാ സിറ്റുവേഷൻസും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ഒരു ഇല്യൂഷനിലാണ് ഉള്ളത്. അയാൾക്കൊരു ക്ലാരിറ്റി ഇല്ല ഒന്നിനെ പറ്റിയിട്ടും. ഇപ്പം നിങ്ങളുടെ കണക്ഷനെ പറ്റിയിട്ടും ഇല്ല, അയാളുടെ ലൈഫിനെ പറ്റിയിട്ടും അയാൾക്കില്ല. മൊത്തത്തിലൊരു ഇല്യൂഷനിൽ നിൽക്കുന്ന ഒരു എനർജീസ് എനിക്ക് ഒരു ടൈമിൽ ഫീൽ ചെയ്യുന്നുള്ളത്. ഓക്കെ, ന്യൂ ബിഗിനിങ് ഉണ്ട് ഇവിടെ. ന്യൂ ബിഗിനിങ് ചെയ്യണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അതിന് കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഏതോ ഒരു ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എനർജീസ്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു ഹോപ്പ് ഇല്ലാതായിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ. ഇതിലൊരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ളൊരു ഹോപ്പ് ഇല്ലാതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുന്നത്, വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ളൊരു എനർജിയിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു എഫോർട്ടും എടുക്കുന്നുണ്ടാവില്ല. പക്ഷെ വളരെ 2-3% ആളുകളൊക്കെ എനിക്ക് തോന്നുന്നു ഇവരെ ചേസ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോ കോണ്ടാക്ട് ടൂൾ അപ്ലൈ ചെയ്യുക കേട്ടോ, മസ്റ്റായിട്ടും. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു കണക്ഷൻ്റെ റിയാലിറ്റി എന്താണെന്ന്. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു നോ കോണ്ടാക്ട് ടൂൾ അപ്ലൈ ചെയ്യാനായിട്ട്. പക്ഷേ ഓക്കെ, ഇവിടെ ആ ഒരു എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എഗെയിൻ എനിക്കിവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളിൽ ഫോക്കസ്ഡ് ആണ് കൂടുതലായിട്ടും. സെൽഫിഷ് മൈൻഡ് സെറ്റ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. സെൽഫിഷ് ആണ്, ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ ഈ ഒരു വ്യക്തി റിട്ടേൺ വന്നാലും ഇയാളുടെ ഭാഗം മാത്രമേ ക്ലിയർ ചെയ്ത് പറയുന്നുണ്ടാവില്ല. അതായത് നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്, ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തൊരു മിസ്റ്റേക്കും ഇല്ല എന്നുള്ളൊരു എനർജിയിലായിരിക്കും നിങ്ങളോട് ടോക്ക് ചെയ്ത് വരുന്നുണ്ടാവുക. എനിക്കിതിവിടെ കാണാൻ പറ്റുന്നുള്ളത് കേട്ടോ. പക്ഷെ നോ ബിഗിനിങ് ഉണ്ട് ഉറപ്പായിട്ടും. പക്ഷേ ഈ ഒരു ടൈമിൽ ഒരു ബാലൻസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലല്ല, നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത് ഏറ്റവും കൂടുതൽ. പേഷ്യൻസിൻ്റെ എനർജിയാണ്. പിന്നെ ഈ ഒരു കണക്ഷനും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ടൈമിലും, ഓരോ ഡേയ്സിലും ഇവിടെ ഒരു കണക്ഷനും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഓൾറെഡി നോ കോണ്ടാക്ട് ടൂളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കുറേ വർഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളൊരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അപ്ലൈ ചെയ്യേണ്ട. നിങ്ങൾ ബ്രേക്കപ്പ്സ് കഴിഞ്ഞിട്ട് റീസെൻ്റായിട്ട് 1-2 ഡേയ്സ് ഒക്കെ ആയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ കോണ്ടാക്ട് ടൂൾ അപ്ലൈ ചെയ്യുക. നോ കോണ്ടാക്ട് ടൂളിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ചെക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഇവിടെ ന്യൂ വിഷൻ്റെ എനർജീസ് ആണ്. ഈ ന്യൂ വിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫ് ലവിനെയാണ് കാണിക്കുന്നുള്ളത്. അതായത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിനെ ഒരു ന്യൂ പ്രോസ്പെക്റ്റീവിൽ നോക്കി കാണുക എന്നാണ് പറയുന്നുള്ളത്. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സിറ്റുവേഷൻസ് എന്തും ആയിക്കോട്ടെ, അല്ല എല്ലാത്തിനും ഒരു റീസൺ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ട് നിൽക്കാതെ ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷൻസിനെ നിങ്ങളൊരു പോസിറ്റീവായിട്ട് നോക്കി കണ്ടിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. ഹാപ്പി ആയിട്ടിരിക്കാനാണ് പറയുന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ട എന്താണോ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരും. പക്ഷെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സെൽഫ് ലവ് ചെയ്യണം, ഈ ഒരു കണക്ഷനിൽ ലെറ്റ് ഗോ ചെയ്യണം എന്നാണ് ഏഞ്ചൽസ് പറയുന്നുള്ളത്. തന്നെ ഇവിടെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എനിക്കൊന്ന് റീസെൻ്റായിട്ട് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പടം വരയ്ക്കുന്ന വ്യക്തിയായിരിക്കാം, ക്രിയേറ്റീവ് ഫീൽഡിലായിരിക്കാം ഒരു വ്യക്തി ഉള്ളത്. പെയിൻറ്റിങ്സിനോടൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവരായിരിക്കാം, മേ ബി നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. പടം വരയ്ക്കുന്നതിനോടൊക്കെ ആർട്ടിനോട് വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കാം. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ആർട്ടൊക്കെ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പടമൊക്കെ വരയ്ക്കുക, നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് കൂളാക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക എന്നാണ് പറയുന്നുള്ളത്. ഈ ഒരു ടൈമിൽ നിങ്ങൾ മെച്യൂരിറ്റിയോട് കൂടി ഒരു കണക്ഷനെ നോക്കി കാണണം. നിങ്ങളുടെ സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. എഗെയിൻ ഇവിടെ ഒരു ഗൈഡൻസ് ആയിട്ട്. പിന്നെ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി റിട്ടേൺ വരും. ഇത്രയും നാളൊരു ഈ ഒരു ബന്ധനങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു കണ്ടീഷനിങ്ങിൻ്റെ എനർജീസിലാണ് നിന്നിട്ടുള്ളതെങ്കിൽ ഇനി ഒരു റിബലൻ്റ് എനർജീസിലേക്ക് ഈ ഒരു വ്യക്തി ഷിഫ്റ്റ് ആവുന്നുണ്ടാവും. പക്ഷെ അതിന് ടൈം എടുക്കും. ആ ടൈമിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് റിട്ടേൺ വന്ന് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടാവും എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. എഗെയിൻ ഇവിടെ ലോൺനെസ്സിൻ്റെ കാർഡും വന്നിട്ടുണ്ട്, ഇല്യൂഷൻ്റെ കാർഡും വന്നിട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ എനർജീസ്. ഈ ഒരു ടൈമിൽ അയാളുടെ ഹീലിങ്ങിൻ്റെ എനർജീസാണ്. പിന്നെ ആ ഒരു വ്യക്തിക്ക് ഏതൊരു പേഴ്സണും ചിന്തിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കണക്ഷന് വേണ്ടിയിട്ട്
കുറച്ച് ടൈം കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞുള്ള നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് ഒരു സമയം കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഇയാൾക്ക് മുന്നിൽ സിറ്റുവേഷൻസ് ഒന്നും ഇല്ലെങ്കിലും ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു എനർജിയിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന എനിക്ക് തോന്നുന്നുള്ളത്. ശരിക്കും പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഈ ഒരു വ്യക്തി ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്തിട്ട് ഞാൻ ഇത്രയും വലിയൊരു പ്രശ്നത്തിലാണെന്ന് ചിന്തിക്കുന്ന ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങളുടെ കണക്ഷനിലാണെങ്കിലും ഒരു ലാഗ് വരുന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഇത്ര ഇതായിട്ട് വരുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഈ ഒരു വ്യക്തിക്ക് അതിൻ്റെ സമയം കൊടുക്കുക, ഒരു കണക്ഷനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ വാല്യൂ ഒക്കെ മനസ്സിലാക്കാനായിട്ട് അവസരം കൊടുക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു വ്യക്തി ഇത്രയധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഒരു കണക്ഷനിൽ ഇത്ര ഇഷ്യൂസ് ഉള്ളതെന്ന്. ഇവിടെ പേഷ്യൻസിൻ്റെ എനർജീസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ക്ഷമ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ജൂലൈ മന്ത് ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ് മീ, ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് മീ. എന്ത് ഗൈഡൻസ് ആണ് എൻ്റെ വ്യൂവേഴ്സിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഗിവ് മീ വൺ കാർഡ്. The situation will improve. Bottom of the deck. Choose a new direction. See, choose a new direction എന്നാണ് പറയുന്നത്. ഇത്രയും നാൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ചേസ് ചെയ്തു ഇവരുടെ അടുത്ത് ബെഗ് ചെയ്തൊക്കെ ഇരുന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ നോ കോൺടാക്ട് റൂളിൽ പോവുക, വേറൊരു ഡയറക്ഷൻ ചൂസ് ചെയ്യുക എന്നാണ് പറയുന്നുള്ളത്. ഈ ഒരു സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവും, പക്ഷെ നിങ്ങൾക്ക് അതിന് ക്ഷമ വേണം, സെൽഫ് ലവ് വേണം. ഫസ്റ്റ് നിങ്ങളെ ഹൈ പ്രയോറിറ്റിയിൽ വെച്ചിട്ട് വേണം ഈ ഒരു വ്യക്തിയുടെ ബാക്കിൽ പോകാമെന്നാണ് യൂണിവേഴ്സ് പറയുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദി ബെൽ ഐക്കൺ ഡോണ്ട് ഫോർഗെറ്റ്. അതുപോലെ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഇമെയിൽ ഐഡിയിലോ മെയിൽ ചെയ്യാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ന്യൂ ടോപ്പിക്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനെ ബേസ് ചെയ്ത് നമ്മൾ റീഡിങ്സ് ചെയ്യുന്നുണ്ടാവും. സോ പെയ്ഡ് പേഴ്സണലൈസ്ഡ് റീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യുക, വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങൾ കോളൊന്നും ചെയ്യേണ്ട, കാരണം നമ്മൾ കോൾസ് ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, നമ്മൾ കോൾസ് ഒന്നും റിസീവ് ചെയ്യാറില്ല, ടോക്ക് ചെയ്യാറില്ല. വേറൊന്നും കൊണ്ടല്ല, കാരണം ഒത്തിരി കോളുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടാവും. പിന്നെ നെഗറ്റിവിറ്റീസ് വരണ്ട എന്നുള്ളൊരു എനർജി കൊണ്ടാണ്. പിന്നെ ഞാൻ കുറേ അധികം പേഴ്സണലൈസ്ഡ് റീഡിങ്സ് ഒന്നും എടുക്കാറില്ല, വളരെ കുറച്ച് റീഡിങ്സ് മാത്രമേ ചെയ്യാറുള്ളൂ. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ്. താങ്ക് യു സോ മച്ച്.